ജാനുവിടത്തിയുടെ മേലെങ്ങാൻ തൊട്ടുപോയാൽ പറയും, ചെക്കനെ തക്ക ചെളിയാക്കി. കിടക്ക തൊടരുത്, പാട്ടുപുസ്തകം തൊടരുത്, കാൽ പെട്ടിപ്പുറത്ത് വെച്ച് കണ്ണാടിയും ചാന്തുകുപ്പിയും മഷിയളുക്കും തൊടരുത്. സത്യം പറഞ്ഞ ജാനുവിടത്തിയുടെ മഷിയളക്ക് കാണാനാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നല്ല ചന്തമുള്ള മഷിയളുക്കാണ്. മുക്കാൽ വട്ടത്തിൽ അതിന്മേലൊരു കണ്ണാടി പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മുറിയിൽ കടന്നാൽ ജാനുവിടത്തിക്ക് പരിഭ്രാന്തിയായി. ചെക്ക മിണ്ടാതിരിക്കുന്നോ, ചെക്ക ഇത് തൊടണ്ട, ചെക്ക അത് തുള്ളിടും. അവർക്കെന്നെ പേര് വിളിച്ചാൽ എന്താ? ചെക്കൻ എന്നല്ല എൻ്റെ പേര്. കുട്ടിയടത്തി എൻ്റെ പേരാണ് വിളിക്കുന്നത്. സ്നേഹത്തോടു കൂടി അവർ നീട്ടി വിളിക്കുന്നത് ബാസുവേ എന്നാണ്. അത് കേൾക്കാനാണ് എനിക്കിഷ്ടം. കുട്ടിയടത്തി മുറിയിൽ കടന്നാൽ ജാനുവിടത്തി വലിയമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങും. എന്ത് തൊട്ടാലും നിലവിളിയാണ്. തൊട്ടതൊക്കെ കേട് വന്നു കഴിഞ്ഞു എന്നാണ് കേസ്. വലിയമ്മ പറയുന്നത്, എടി അവൾ നിന്റെ താഴത്തുള്ളതല്ലേ. കുട്ടിയടത്തിക്ക് അതിന് മറുപടി പറയാനുണ്ട്, ഞാൻ അവളുടെ മൂത്തതല്ലേ. ഒരിക്കൽ അയയിലിട്ടിരുന്ന കസവുമുണ്ടെന്നെടുത്ത് കുട്ടിയടത്തി ചുറ്റി നോക്കി. അതു കണ്ടപ്പോൾ ജാനുവിടത്തിക്ക് സഹിച്ചില്ല. അയിൽ അപ്പിടി കരിയാക്കി. ഇനി ഞാൻ ആര്യമ്പാടത്തേക്ക് പോകുമ്പോൾ എന്തോ എൻ്റെ ഈശ്വരാ ചുറ്റുക.